തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗ്. നിലവിൽ 70.9% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം എറണാകുളത്തും ഏറ്റവും കുറവ് പത്തനംതിട്ടയിലും രേഖപ്പെടുത്തി. 74.5% കടന്നത് എറണാകുളത്ത് പ്രതീക്ഷ നൽകുന്നതെന്ന് LDF UDF ക്യാമ്പുകൾ വിലയിരുത്തുന്നു. തിരുവനന്തപുരത്ത് പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ്. അർജുൻ കല്യാടും മുബഷീർ പി അക്ബറും ചേരുന്നുണ്ട്. ആദ്യം അർജുൻ കല്യാടിലേക്ക്. ഗുഡ് മോർണിംഗ് അർജുൻ. ഇന്നലെ ഉച്ചയൊക്കെ എത്തുമ്പോൾ നമ്മളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, വലിയ ശതമാനം തന്നെ ഉണ്ടായിരുന്നു. ഒരു ഭേദപ്പെട്ട പോളിംഗ് ആണ്. പക്ഷേ ആകെ കൂടി എത്തുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന കണക്കനുസരിച്ച്, അതായത് 70.9% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയതെന്നാണ് നിലവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരമുള്ളത്. എന്ത് പ്രതീക്ഷയാണ് ഇപ്പോൾ മുന്നണികൾ വെച്ചു പുലർത്തുന്നത് ഇതിൽ? ശ്രുതി, കീർത്തന, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ തവണത്തെ പോളിംഗിലേക്ക് എത്തുമെന്നാണ് ആദ്യഘട്ടത്തെ ഇന്നലത്തെ പോളിംഗ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും കരുതിയിരുന്നത്. ഒരുപക്ഷെ അതിനോടടുത്തോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലേക്ക് പോകും എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പോളിംഗ് ഉണ്ടായിട്ടില്ല. എന്തായാലും നേരിയ ഒരു കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കണക്കുകൾ പ്രകാരം അത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്നിപ്പോൾ അന്തിമമായിട്ടുള്ള കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുകയേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായി ഇനി ഏറിയാൽ തന്നെ ഒരു 1%-ൻ്റെയൊക്കെ ഒരു വർധനവ് ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനത്തിൽ വരാം എന്നത് മാത്രമേ ഉള്ളൂ. അതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്നലെ രാത്രി വൈകി പോളിംഗ് പൂർത്തിയായിട്ടുള്ള ബൂത്തുകളിലെ വോട്ടുകൾ മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ ശതമാനത്തിന് കണക്കിലേക്ക് ആഡ് ചെയ്യാനുണ്ടാവുക. സ്വാഭാവികമായി അതൊരു വളരെ ചെറിയ സംഖ്യ മാത്രമായിരിക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയ പോളിംഗിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത നന്നേ കുറവാണ്. എന്തായാലും ഏറ്റവും പ്രധാനമായി എറണാകുളം ജില്ലയിലാണ് പോളിംഗ് അല്പം അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേതിൽ അല്ലെങ്കിൽ നിലവിൽ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലും കൊല്ലം കോർപ്പറേഷനിലും പോളിംഗ് ശതമാനം കുറവാണ്. എറണാകുളത്ത് അല്പം നേരിയ ഒരു ശതമാനത്തിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേതിന് സമാനമായ രീതിയിൽ തന്നെ പോളിംഗ് എറണാകുളത്തുണ്ടായി എന്ന് പറയാൻ വേണ്ടി കഴിയും. എന്തായാലും ഇത് മുന്നണികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. കണക്കുകൂട്ടലുകളെല്ലാം തന്നെ മുന്നണികൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ടാവും. ഇന്നലെ തന്നെ പോളിംഗിന് ശേഷം എല്ലാ മുന്നണികളും അത്തരത്തിലുള്ള കണക്കുകൂട്ടലൊക്കെ നടത്തിയിട്ടുണ്ടാവും. പക്ഷേ ഈ പോളിംഗ് ശതമാനത്തിലെ നേരിയ കുറവ് അത് എല്ലാ മുന്നണികൾക്കും ഒരുപോലെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം തന്നെ പ്രതീക്ഷയുമാണ്. ഏറ്റവും പ്രധാനമായി 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അതേ പോളിംഗ് എന്ന് പറയുമ്പോൾ ഇടതുപക്ഷം കണക്ക് കൂട്ടുന്നത് സ്വാഭാവികമായും ആ 2020 ഉണ്ടായിട്ടുള്ള അതേ മുന്നേറ്റം ഈ പറയുന്ന ഈ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇന്നലെ നടന്നിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിനകത്തും ഉണ്ടാകും എന്ന കണക്കുകൂട്ടലാണ് LDF ക്യാമ്പിനെ സംബന്ധിച്ചുള്ളത്. എന്നാൽ UDF പറയുന്നത് ആ കുറഞ്ഞ 3-4% വോട്ട് എന്ന് പറയുന്നത് അതൊരിക്കലും UDFിൻ്റെതായിരിക്കില്ല, കൃത്യമായ രീതിയിൽ LDFിൻ്റെതായിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് ചെയ്ത പലരും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ UDFിന് ലഭിക്കേണ്ട എല്ലാ വോട്ടുകളും കൃത്യമായ രീതിയിൽ തന്നെ പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം UDF ക്യാമ്പും പങ്കുവെക്കുന്നുണ്ട്. NDAയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള നേരിയ ശതമാനത്തിൻ്റെ ഒരു കുറവ് അത് ഒരു മുന്നണികളും അവരുടെ വോട്ട് ശതമാനമാണ് അല്ലെങ്കിൽ വോട്ടുകളാണ് എന്ന് സമ്മതിക്കുന്നില്ല. പക്ഷേ എല്ലാ മുന്നണികൾക്കും അത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിലാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കിയത്. ചെറിയ സംഖ്യയിൽ നിന്ന് 35 ഡിവിഷനുകളിൽ വിജയിക്കുന്നതിന് വേണ്ടി അവർക്ക് കഴിഞ്ഞു. അപ്പോൾ അതേ രീതിയിൽ തന്നെയുള്ള ഒരു വിജയം ഇത്തവണയും ഉണ്ടാവും. അതിൻ്റെ തന്നെ തെളിവാണ് കഴിഞ്ഞ 2020 അതേ പോളിംഗ് അല്ലെങ്കിൽ ആ ഒരു ശതമാനത്തിലേക്ക് നേരിയൊരു കുറവുണ്ടെങ്കിലും അതേ ഏറെക്കുറെ സമാനമായ രീതിയിലുള്ള ഒരു പോളിംഗിലേക്ക് എത്തിയത് കഴിഞ്ഞത്തെ അതേ തവണത്തെ വോട്ടിംഗ് പാറ്റേൺ ആണ് ഇത്തവണയും ഉണ്ടായത് എന്നുള്ളതാണ് NDA ക്യാമ്പ് ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. അതേസമയം തന്നെ വലിയ രീതിയിൽ ആശങ്കയും ഒരു കുഴപ്പവും ഒക്കെ എല്ലാ മുന്നണികൾക്കുമുണ്ട്. എന്തായാലും പോളിംഗ് ശതമാനത്തിലെ നേരിയ കുറവ് അത് ഒരു മുന്നണികൾക്കും വെല്ലുവിളിയാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ മുന്നണികളുടെയും നേതാക്കളും എല്ലാം തന്നെ പ്രതികരിക്കുന്നത്. ഇനി നമുക്ക് 2 ദിവസം കൂടി കാത്തിരിക്കാം. നാളെ 2 ദിവസത്തെ കാത്തിരിപ്പാണ്. നാളെയാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. 13-ാം തീയതി വിധി അറിയാം. എന്തായാലും അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്. മുബഷീർ പി അക്ബർ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മുബഷീർ, ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് എറണാകുളത്താണ്. 74.5% പോളിംഗ് അത് എറണാകുളത്ത് കടന്നിരുന്നു. അങ്ങനെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ ഈ മുന്നണികൾ അത് പ്രതീക്ഷയിലാണ്. LDF UDF മുന്നണികൾ വലിയ തരത്തിലുള്ള പ്രതീക്ഷ നൽകുന്ന പോളിംഗ് ശതമാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് എറണാകുളത്തെ മുന്നണികളും അണികളുമൊക്കെ? ഗുഡ് മോർണിംഗ് ശ്രുതി, കീർത്തന. തീർച്ചയായും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മധ്യകേരളത്തിലെ മുന്നണികളുള്ളത്. നമുക്കറിയാം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മധ്യകേരളത്തിലെ പോളിംഗ് അതെങ്ങനെയാണ് ഉണ്ടാവുക, അതിനനുസരിച്ച് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഉണ്ടാവുക. മധ്യകേരളത്തിൽ സ്വാഭാവികമായിട്ട് എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ വലിയ വിജയത്തിന്റെ അവകാശവാദം UDF ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 7 ജില്ലകളിലെ പോളിംഗ് പൂർത്തിയാകുമ്പോൾ
എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. PRD പുറത്തുവിട്ട ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം എറണാകുളം ജില്ലയിൽ 74.52% പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിൽ റൂറൽ മേഖലകളിലാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നഗരം കേന്ദ്രീകരിച്ചുള്ള മേഖലകളിൽ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുമുള്ളൊരു പ്രതീക്ഷ മുന്നണികൾക്കുണ്ടായിരുന്നു. പക്ഷേ കോർപ്പറേഷനിൽ ഉൾപ്പെടെ താരതമ്യേന പോളിംഗ് കുറവാണ് എന്നുള്ളതാണ് മുന്നണികൾ വിലയിരുത്തുന്നത്. വിജയപ്രതീക്ഷകൾ, വിജയത്തിന്റെ അവകാശവാദങ്ങൾ തന്നെയാണ് എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ മുന്നണികൾ വെച്ചു പുലർത്തുന്നത്. ശേഷം കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഒരു ഭാഗത്ത് മന്ത്രി P രാജീവായിരുന്നു LDF ക്യാമ്പിനെ നയിച്ചിരുന്നത്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ NDA ക്യാമ്പിന് നേതൃത്വം കൊടുത്ത തീപ്പാറും പോരാട്ടമായിരുന്നു എറണാകുളം ജില്ലയെ സംബന്ധിച്ച ശേഷം കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചുണ്ടായിരുന്നു. UDF-നെ സംബന്ധിച്ച അഭിമാന പോരാട്ടമാണ്. അവർ ഇവിടെ വലിയ തിരിച്ചുവരവ് നടത്തുമെന്നുള്ളതാണ് UDF-ന്റെ അവകാശവാദം. ഇപ്പോൾ പോളിംഗ് ശതമാനം എറണാകുളം ജില്ലയിൽ കൂടിയത് അവരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. തങ്ങൾക്ക് വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് UDF പറയുന്നത്. അതേസമയം ഈ പോളിംഗ് ശതമാനമൊക്കെ തന്നെ വർദ്ധിച്ചത് തങ്ങൾക്കാണ് ഗുണം ചെയ്യുക എന്നൊരു അവകാശവാദം LDF ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വോട്ടിംഗ് സെന്ററുകളിലേക്ക് എത്തിയത്. ഇത്രയധികം പോളിംഗ് വരാനുള്ള ഒരു കാരണം അതുകൊണ്ടാണെന്നുള്ളതാണ് LDF-ന്റെ അവകാശവാദം. ഒരു ഭാഗത്ത് NDA മന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ നടപ്പിലാക്കിയ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, വാഗ്ദാനങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നുള്ള വിലയിരുത്തലാണ് അവരെ സംബന്ധിച്ചുമുള്ളത്. ഏതായാലും ആലപ്പുഴ ജില്ലയിലേക്കൊക്കെ തന്നെ എത്തുമ്പോൾ KC വേണുഗോപാലിനെ പോലെ തലയെടുപ്പുള്ള നേതാക്കൾ നേതൃത്വം കൊടുത്ത പ്രചാരണ പരിപാടികൾക്കായിരുന്നു നമ്മൾ അവിടെ കണ്ടിരുന്നത്. അവിടെയും താരതമ്യേന പോളിംഗ് രേഖപ്പെടുത്തുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്ര പോളിംഗിലേക്ക് ആലപ്പുഴ ജില്ലയിൽ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ചിലയിടങ്ങളിലൊക്കെ തന്നെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പോളിംഗിനിടയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ സംഘർഷ സാഹചര്യങ്ങളിലേക്കൊന്നും തന്നെ എവിടെയും വഴിമാറിയിട്ടില്ല. എന്തായാലും മധ്യ കേരളത്തിന്റെ മനസ്സ് അത് തങ്ങൾക്കൊപ്പമാകുമെന്നൊരു അവകാശവാദം LDF ഉന്നയിക്കുന്നു, UDF ഉന്നയിക്കുന്നു, ഒരു ഭാഗത്ത് NDAയും ഉന്നയിക്കുന്നുണ്ട്. പോളിംഗ് ഏറ്റവും അധികം എറണാകുളത്ത് ഉൾപ്പെടെ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആരുടെ കൂടെയാകും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഏതെങ്കിലും മുന്നണിയുടെ കൂടെയാകുമോ ആ മുന്നണിക്ക് വലിയ പ്രതീക്ഷ തന്നെയായിരിക്കും സംസ്ഥാനം ഒട്ടാകെ ഉണ്ടാകുക എന്നുള്ളതാണ് കേരളത്തിന്റെ മുൻപുള്ള കണക്കുകളൊക്കെ തന്നെ തെളിയിക്കുന്നത്. അത് എല്ലാവർക്കും തങ്ങൾക്ക് അനുകൂലമാകണമെന്നൊരു പ്രാർത്ഥനയിൽ ആത്മവിശ്വാസത്തിലാണ് മുന്നണികളുള്ളത്. മുബഷീർ P. അക്ബറും അർജുൻ കല്യാടുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ആദ്യഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്.